നമസ്കാരം. അജിത് ഡോവലിനെ മൂന്നാം തവണയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചിരിക്കുകയാണ് മോദി സർക്കാർ. ദേശത്തിന്റെ സുരക്ഷ ഇനി ഇദ്ദേഹത്തിന്റെ കൈകളിൽ ഭദ്രമാണ്. രാജ്യസുരക്ഷ, സൈനിക കാര്യങ്ങൾ, രഹസ്യാന്വേഷണം എന്നിവയാണ് അജിത് ഡോവൽ ഉപദേശം നൽകുന്നത്. ഭരണകാര്യങ്ങളിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇദ്ദേഹത്തിന് ചുമതല നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമാണ് ഒരാൾ തുടർച്ചയായി 3 തവണ ഈ പദവി വഹിക്കുന്നത്. എന്നാൽ മൂന്നാമതും അജിത് ഡോവൽ അധികാരത്തിലെത്തുമ്പോൾ തീവ്രവാദികൾക്കും ദേശീയ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു കാര്യവും കൂടിയാണിത്. 2014-ലും 2019-ലും അജിത് ഡോവൽ തന്നെയായിരുന്നു ഇന്ത്യയുടെ സുരക്ഷാ ഉപദേശകൻ. 1968 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. ഇന്റലിജൻസ് വിഭാഗം മേധാവിയായി 2005 ജനുവരിയിലാണ് ഇദ്ദേഹം വിരമിക്കുന്നത്. 2014 മെയ് 30-ന് ഇന്ത്യയുടെ 5ാമത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടായിരുന്നു ആദ്യ നിയമനം. 2014 ജൂണിൽ ഇറാഖിൽ IS ഭീകരർ ബന്ദികളാക്കിയ 46 മലയാളി നേഴ്സുമാരെ മോചിപ്പിക്കാൻ പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി ഇദ്ദേഹം. 2019-ൽ ബലാകോട്ട് പാക് ഭീകരണ പരിശീലന കേന്ദ്രത്തിൽ മിന്നലാക്രമണം നടത്തിയതിൽ അജിത് ഡോവലിന് നിർദ്ദേശമുണ്ടായിരുന്നു. 1999-ൽ കാണ്ഡഹാറിലേക്ക് പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിക്കൊണ്ടുപോയപ്പോൾ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് അജിത് ഡോവലായിരുന്നു. അതുമാത്രമല്ല, ഇന്റലിജൻസ് ബ്യൂറോയിൽ വിവിധ സ്ഥാനങ്ങളിൽ 33 വർഷത്തോളം അജിത് ഡോവൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തന്റേതായ ശൈലിയിൽ ജോലി ചെയ്ത് സ്വയം ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. പാകിസ്ഥാനിൽ രഹസ്യവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി യാചകന്റെ വേഷം വരെ കെട്ടിയ കഥകൾ അജിത് ഡോവലിനെ ചുറ്റിപ്പറ്റിയുണ്ട്. തീവ്രവാദ വിരുദ്ധ ഇന്റലിജൻസ് യൂണിറ്റുകൾ അടക്കം ദേശീയ സുരക്ഷയുടെ ചുമതലയുള്ള ഡോവൽ രാജ്യത്തെ തന്നെ ഏറ്റവും ശക്തരായ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്. കേരള കേഡറിലെ 1968 ബാച്ച് IPS ഉദ്യോഗസ്ഥനായി ഇദ്ദേഹം കീർത്തിചക്ര സമ്മാനിക്കപ്പെട്ട ആദ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി 7 വർഷക്കാലമാണ് അദ്ദേഹം പാകിസ്ഥാനിൽ ജോലി ചെയ്തത്. നീണ്ട 33 വർഷവും ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ പ്രവർത്തിച്ചു. നീണ്ട 10 വർഷക്കാലം IBIയുടെ ഓപ്പറേഷൻ വിങ്ങിന്റെ തലവനുമായിരുന്നു അജിത് ഡോവൽ. 1988-ൽ സുവർണ ക്ഷേത്രത്തിൽ ഒളിച്ച ഖലിസ്ഥാൻ ഭീകരർക്കായി നടന്ന ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിലെ നിർണായക രഹസ്യ വിവരങ്ങൾ നൽകിയത് ഇദ്ദേഹമായിരുന്നു. 1999-ൽ നടന്ന ഖാണ്ഡഹാർ വിമാന റാഞ്ചലിൽ ഭീകരരുമായി ആശയവിനിമയം നടത്തി ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഈ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരുന്നു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രത്യേക ദൂതനായി ഡോവലിനെ ഇന്ത്യ നിയമിച്ചിരുന്നു.